വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ പലരുടെയും പതിവാണ്. കൃത്യസമയത്ത് അത് ഡെലിവറി ചെയ്യുന്ന ജീവനക്കാരോടുള്ള സമീപനം എന്നാൽ അത് ഏറെ വ്യത്യസ്തമാണ്. അതിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സൊമാറ്റോ സിഇഒ ദീപന്ദർ ഗോയൽ. കഴിഞ്ഞ ദിവസം ഡെലിവറി ജീവനക്കാരന്റെ വേഷത്തിൽ ഓർഡറുകൾ ശേഖരിക്കാനും വിതരണം ചെയ്യാനും ഇദ്ദേഹം ഇറങ്ങിയത് വാർത്തയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഗുരുഗ്രാമത്തിലെ ഒരു മാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യ ജിയ ഗോയലിനൊപ്പമാണ് ഒരു ദിവസത്തെ ഡെലിവറി എക്സിക്യൂട്ടീവിന്റെ വേഷമണിഞ്ഞ് ഓർഡറുകൾ എടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പോയത്. ഇതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ഗുരുഗ്രാമിലെ ആംബിയൻസ് മാളിൽ പ്രവർത്തിക്കുന്ന ഹിൽദിറാം സ്റ്റോറിൽ നിന്ന് സിഇഒയ്ക്ക് ഒരു ഓർഡർ ലഭിച്ചു. ആ ദിവസത്തെ രണ്ടാമത്തെ ഓർഡർ ആയിരുന്നു അത്. സാധനം എടുക്കാനായി മാളിലെത്തി അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ വഴിയിൽ തടഞ്ഞു. അപ്പുറത്ത് മറ്റൊരു വഴിയിലൂടെ പോകാനായിരുന്നു നിർദ്ദേശം. ഇത് കേട്ട് ഇവിടെ പോയി നോക്കിയപ്പോൾ ആ വഴിയിൽ ലിഫ്റ്റ് ഇല്ല. കാര്യം അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഒന്നുകൂടി പോയി നോക്കിയപ്പോൾ വീണ്ടും തടഞ്ഞു. ഡെലിവറി ജീവനക്കാർ ലിഫ്റ്റോ എസ്കലേറ്ററോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തന്നെയാണ് ഇങ്ങനെ മറ്റൊരു വഴിയിലൂടെ വിടുന്നത്. ഒടുവിൽ 3 നിലകൾ നടന്നു കയറി സ്റ്റോറിലെത്തി അദ്ദേഹം ഓർഡർ എടുത്തു. വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വഴിയിലൂടെ പറഞ്ഞു വിടുന്നതിന്റെയും ഒടുവിൽ പടി കയറി പോകുന്നതിന്റെയും എല്ലാം വീഡിയോയും അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മാളിൽ പ്രവേശിക്കാനും അവർക്ക് അനുവാദമില്ല. ഓർഡർ കിട്ടാനായി പടികളിൽ കാത്തു നിൽക്കണം. ഡെലിവറി ജീവനക്കാരുടെ ജോലി സാഹചര്യം മെച്ചപ്പെടുത്താൻ മാളുകളുമായി കൂടുതൽ ചർച്ച നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ഡെലിവറി ജീവനക്കാരോട് മനുഷ്യത്വപരമായ സമീപനം വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാളുകൾ മാത്രമല്ല മറ്റു പല അപ്പാർട്ട്മെന്റുകളും ഡെലിവറി ജീവനക്കാരെ ലിഫ്റ്റ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ആളുകളെ സൊമാറ്റോ സിഇഒയുടെ പോസ്റ്റിന് കീഴിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ വിവേചനം അവസാനിക്കണമെന്നാണ് സിഇഒയുടെ ആവശ്യം. എല്ലാവരും ഉപയോഗിക്കുന്ന വാതിലുകൾ എല്ലാവർക്കും കയറാവുന്ന ലിഫ്റ്റുകളും ഡെലിവറി ജീവനക്കാർക്ക് മാത്രം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.